എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് ചുരം കയറുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ അമേഠി കൂടാതെ എന്നാണ് എൻകൗണ്ടർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് പുല്ലൂരിൽ നിന്നും നമ്മൾ വളരെ പെട്ടെന്ന് ചോദ്യം സാർ ആരോടാണ്? എനിക്ക് LDFന്റെ ആളോടാണ് ചോദിക്കാനുള്ളത്. ഗോപിനാഥ്. ഗോപിനാഥനോട്, ശ്രീ ഗോപിനാഥനോട്. അതായത് ഇവിടെ സർക്കാരിന്റെ തന്നെ ഫണ്ട് ചെലവാക്കിക്കൊണ്ട് ഇവിടെ LDF സർക്കാർ ഇവിടെ വനിതാ മതിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഇവിടെ LDFോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ നിരന്തരം സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ഒരു രീതി സ്ത്രീകൾക്കുള്ള യാതൊരു സംരക്ഷണവും ഇവിടെ കൊടുക്കുന്നില്ല. രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധമൊന്നുമില്ല. അദ്ദേഹം ചോദിച്ച സ്ഥിതിയിൽ ഒരു കാര്യം പറയാം. കേരളത്തിലെ 1,200 കോടി രൂപ യെദിയൂരപ്പ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന നേതാവ്, മുൻ കർണാടക മുഖ്യമന്ത്രി അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് കോഴയായി കൊടുത്തതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയുടെ ദിശ മാറ്റി വിടുന്നതിന് വേണ്ടിയിട്ടാണ് വേറെ ഒരു ചർച്ച ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അത് ശരിയായ നടപടിയല്ല. പിന്നെ ചാമക്കാലയോടും ഇവിടെ BJPയുടെ പ്രതിനിധിയോടും ചോദിക്കാനുള്ള ഒരു പ്രശ്നം, ഒരു പിണറായി വിജയന്റെ ശരീരഭാഷയെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ കണ്ണോത്ത് കരുണാകരൻ എന്ന് പറയുന്ന ശ്രീ ബഹുമാനപ്പെട്ട K കരുണാകരൻ ഇതേ തൃശ്ശൂരിൽ ഇതേ ഒല്ലൂരിൽ വന്നിട്ടുണ്ട്. VV രാഘവൻ എന്ന് പറയുന്ന എളിമയുള്ള രാഷ്ട്രീയ ജീവിതത്തിനോട് പരാജയപ്പെട്ട് കരുണാകരൻ പോയിട്ടുണ്ട്. K മുരളീധരൻ ഇതേ മണ്ണിൽ ഞങ്ങൾ പരാജയപ്പെടുത്തി കണ്ടം വഴി ഓടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് KPCCയുടെ പ്രസിഡന്റായി മുരളീധരൻ ഇരിക്കുമ്പോ പാവപ്പെട്ട എന്നെ പോലുള്ള ഒരു വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AC മൊയ്തീനോട് ഏറ്റുമുട്ടാൻ വേണ്ടി വന്നിട്ട് അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുള്ള മുരളീധരൻ വടക്കാഞ്ചേരിയിൽ നിന്ന് ഓടി തെക്കോട്ട് പോയിട്ട് ഇന്നവർ വന്നിട്ടില്ല. നിങ്ങൾ മഹത്വവൽക്കരണത്തിന്റെ പാതയിലേക്ക് പോകേണ്ടതില്ല. വയനാട്ടിലും സംഭവിക്കാൻ പോണത് അതൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കിക്കോ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം ഔദ്യോഗികമായിട്ട് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾക്ക് താല്പര്യമില്ലെന്ന് 100% അദ്ദേഹം വരുന്നതാണ് താല്പര്യം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും LDFും അതുപോലെ തന്നെ BJPയും ഇത്ര ഭയക്കുന്നത് എന്തിനാ? ഞാൻ ചോദിക്കുന്നത്, നേരത്തെ ശ്രീ ഗോപിനാഥ്, നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. എന്തിനാണ് ഇത്ര പരിഭ്രാന്തി? ചില സൂചനകൾ കേട്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. അപ്പോഴേക്കും പാർട്ടി സെക്രട്ടറിയുടെ പ്രഖ്യാപനം വരുന്നു, മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. സ്വാഭാവികമായും ഇത്തരത്തിൽ എന്തിനൊരു ആശങ്ക, ഒരു അമിതമായ ഉത്കണ്ഠയുണ്ടോ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ? അതാണ് ഇവരുടെ സംശയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മുഖ്യമന്ത്രിക്കോ യാതൊരു ഉത്കണ്ഠയും ഇല്ല. നിങ്ങൾ ഉത്കണ്ഠ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട. അതൊന്നും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അടുത്തുകൂടി പോകുന്ന കാര്യമില്ല. നേരത്തെ ചർച്ചയിലൊരു സുഹൃത്ത് പറഞ്ഞു, സ്ത്രീകളുടെ പ്രശ്നം ഇവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന പ്രശ്നമാണ്. ഞാനത് വളരെ ഗൗരവമായിട്ട് പറയാം. കേരളത്തിൽ ഓരോ മണ്ഡലം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സ്ത്രീ വോട്ടർമാർ കൂടുതലുണ്ട്. സ്ത്രീ വോട്ടർമാരുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത്. സ്ത്രീകൾക്ക് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% റിസർവേഷൻ കൊടുത്തിട്ടുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJPയും കോൺഗ്രസും ആ കാര്യത്തിൽ പാർലമെൻറ്റിനകത്ത് സ്ത്രീ സംവരണത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അവർ ഒളിച്ചു കളിക്കുകയല്ലേ ചെയ്യുന്നത്. അതിനെല്ലാം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായി സമാധാനം പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJPയും പറയേണ്ടി വരും, കോൺഗ്രസും പറയേണ്ടി വരും. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ല. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാലിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം, ശ്രീ ശിവശങ്കരൻ, നിലവിൽ ഈ ഇന്നത്തെ രാത്രി കൂടി കഴിയുന്നതോടുകൂടി കേരളത്തിലെ സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ പൂർണ്ണമാകും. വടകരയിൽ K മുരളീധരന്റെയും വയനാട്ടിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെയും പേരായിരിക്കും പ്രഖ്യാപിക്കപ്പെടുക. അങ്ങനെ വരുന്നതോടുകൂടി കേരളത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചൊരു മൈലേജ് ചുരുങ്ങിയ പക്ഷം 3 മണ്ഡലത്തിലെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നുണ്ടോ ശ്രീ ശിവശങ്കരൻ?
എനിക്ക് തോന്നുന്നത് ഇത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരമാവും. കാരണം കേരളത്തിലും ഒരു കോൺഗ്രസ് മാർക്സിസ്റ്റ് സഖ്യം നിലവിൽ വന്നു എന്ന് അംഗീകരിക്കുന്ന AICCയുടെ പ്രഖ്യാപനമാണ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ എങ്ങനെയാണോ മാനേജ്മെന്റ് കോട്ട CPI നേടിയെടുത്തുകൊണ്ട് പണം മേടിച്ചുകൊണ്ട് തരൂരിനെ ജയിപ്പിച്ചത്, അതേ നയം തന്നെ ഇവിടെ വയനാടും CPI ഏറ്റെടുത്തിരിക്കുന്നു. വയനാട് സീറ്റും മാനേജ്മെന്റ് സീറ്റായി PP സുനീർ എന്ന 52 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഒരു അടിമയാക്കി അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു CPM. അതിന് അദ്ദേഹത്തിന് എന്ത് വില കൊടുക്കേണ്ടി വരും, CPIയിൽ എന്ത് പൊട്ടിത്തെറി വരേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ കേരളം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ഒരു സത്യമായി മാറിയിരിക്കുന്നു. പിന്നെ ഒരു സുഹൃത്ത് ചോദിച്ച അതേ ചോദ്യം PS ശ്രീധരൻപിള്ളയുടെ കാര്യത്തിലും ബാധകമാകും. വയനാട് എന്തുകൊണ്ട് BDJS എന്ന സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ BDJSന്റെ അത്ര പോപ്പുലർ അല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന ചോദ്യവും ബാധകമല്ലേ ശ്രീ ശിവശങ്കർ? ഞങ്ങളത് BDJSന് നേരത്തെ കൊടുത്തതാണ്. BDJSനെയോ BJPയെയോ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ അത്തരത്തിലുള്ള ചരിത്രമില്ല. കോൺഗ്രസിനെ തോപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു CPMന്റെ കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയല്ലല്ലോ, അദ്ദേഹം വന്ന് നിൽക്കട്ടെ കേരളത്തിന്റെ വയനാടിൽ വന്നിട്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുവാൻ ഞങ്ങളുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി ഇതാ കോടിയേരി ബാലകൃഷ്ണൻ വരുമെന്ന് പറയാൻ തയ്യാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും അവിടെ വരാൻ തയ്യാറാണ്. ധൈര്യമുണ്ടോ CPM? നിലവിൽ ഒരു വാദം ഇതാണ്, കേരളത്തിലെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വന്നാൽ അതിന്റെ ഫലം തമിഴ്നാട്ടിലും കർണാടകയും അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി ഉണ്ടാകുമെന്ന്. അത് ഏതർത്ഥത്തിലാണ് താങ്കൾ കരുതുന്നത്? ചുരുങ്ങിയ വാക്കുകൾക്കുള്ളിൽ. ഇതിനകത്ത് ഒരു കാര്യം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് പൊതു തെരഞ്ഞെടുപ്പ്, ഒരു യുദ്ധതന്ത്രങ്ങളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ വേദിയാണ്. അവിടെ പുതിയ പുതിയ തന്ത്രങ്ങളും പുതിയ പുതിയ പോർമുഖങ്ങളും തുറക്കുക, ആളുകളെ ഉൾമുനയിലേക്ക് കൊണ്ടുപോകുക, അവിചാരിതമായിട്ടുള്ളത് കൊടുക്കുക എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. തർക്കങ്ങൾ എന്തുവരെ നടന്നാൽ പോലും പുതിയൊരു ഉത്തേജനം കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മുന്നേറ്റത്തിലൂടെ. മാത്രമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഒരു എഡ്ജ് ഇല്ലാതിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. അപ്പൊ ഏത് തരത്തിലാണ് ദേശീയ തലത്തിൽ എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുക? ബാബു ജോസഫ്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അതേ ചോദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല നേരത്തെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത്. നിലവിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു കോൺഫിഡന്റ് ആയ സീറ്റ് ഉള്ളത് എന്ന ധാരണ പുറത്തേക്ക് വരുമോ? താങ്കളിട്ട പോസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരിക്കലും അമേധിയിൽ ഉൾപ്പെടെ ഞങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ. ഇത് അഡീഷണൽ സീറ്റായിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ശ്രീ ശിവശങ്കറിനെ പോലെ കള്ളം പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ വേറെ ഇല്ലാന്ന് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? അമേധിയിൽ ഇപ്പോൾ 4 സീറ്റിലേക്ക് BJP ലീഡ് ചെയ്യുന്നു, 1 സീറ്റിൽ SP ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായി ആ സീറ്റിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഘടന അങ്ങനെയാണ്. പക്ഷേ പാർലമെന്റിലേക്ക് വരുമ്പോൾ മാറാറുണ്ട്. താങ്കൾ ആ കണക്കുകളൊക്കെ നോക്കണം, കഴിഞ്ഞ പോയ കാലങ്ങളിലുള്ളത്. അത് അങ്ങേക്ക് അറിഞ്ഞാഞ്ഞിട്ടല്ല, അങ്ങേര് കള്ളം പറയുകയാണ്. രണ്ടാമത് പറയുന്നു, ഞങ്ങൾ BDJSന് നേരത്തെ കൊടുത്തുപോയി. നിങ്ങൾ BDJSന് കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ അവിടെ CPI സ്ഥാനാർത്ഥിയെ നിർത്തി. നിങ്ങളുടെ രണ്ടുപേരുടെ ഔദാര്യം വേണ്ട ശ്രീ രാഹുൽ ഗാന്ധിക്ക് അവിടെ ജയിക്കാൻ. ശ്രീ സിദ്ദിഖ് പോലും ഞങ്ങളുടെ ഷുവർ സീറ്റിൽ ജയിക്കാൻ, രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ വേണ്ടി BDJSന്റെയോ BJPയുടെയോ അല്ലെങ്കിൽ CPIയുടെയോ ഔദാര്യം വേണ്ട. ഇതൊക്കെ കള്ളമല്ലേ അങ്ങ് പറയുന്നത്? BDJSന് കൊടുക്കുന്നതിന് മുമ്പേ CPIക്ക് കൊടുത്തല്ലേ സീറ്റ് 2. പിന്നെ ഇവിടെ വനിതകളെ സംബന്ധിച്ച് വനിതകൾക്ക് നേരെ ബാബു ജോസഫ് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേർന്നതിന് ഒപ്പം തൃശ്ശൂരിലെ ഒല്ലൂരിലെ രാഷ്ട്രീയ പ്രമുഖർക്കും പൊതുജനങ്ങൾക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധി വരട്ടെ, മത്സരിക്കട്ടെ. ദേശീയ സത്തയിലേക്ക് നമ്മുടെ കൊച്ചു വയനാടും കേരളവും ഒക്കെ എത്തട്ടെ. തിരഞ്ഞെടുപ്പ് കൂടുതൽ ചൂടുപിടിക്കുകയാണ്. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളും ചർച്ചകളുമായി വീണ്ടും എത്തും. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് 24-ൽ എൻകൗണ്ടർ. അതുവരെ ഗുഡ് നൈറ്റ്.